സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് രാഷ്ട്രപതി. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനാണ് സി സദാനന്ദൻ. രാഷ്ട്രീയ ആക്രമണത്തിൽ കാൽ നഷ്ടമായ നേതാവാണ്. കെ സുരേന്ദ്രനെ രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്തകൾക്കിടെയാണ് സദാനന്ദനെ നറുക്കു വീണത്. കേരളത്തിൽ നിന്നൊരാളെ രാജ്യസഭയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കേരളത്തോടുള്ള പാർട്ടിയുടെ കരുതലാണ് കാണിക്കുന്നതെന്ന് സി സദാനന്ദൻ പ്രതികരിച്ചു. രാഷ്ട്രീയത്തിനുപരിയായി പൊതുസമൂഹത്തിനായി പ്രവർത്തിക്കുമെന്നും സി സദാനന്ദൻ പറഞ്ഞു. കേരളത്തിൽ നിന്ന് ഒരാളെ രാജ്യസഭയിലേക്ക് പാർട്ടി എത്തിക്കുക എന്ന് പറയുന്നതിൻ്റെ പൊരുൾ കേരളം എന്ന സംസ്ഥാനത്തോടും കേരളത്തിലെ ജനങ്ങളോടുമുള്ള പാർട്ടിയുടെ കരുതൽ തന്നെയാണ്. കണ്ണൂരിൽ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി കാര്യകർത്താക്കൾ, അവരുമായി ബന്ധപ്പെട്ടുള്ള അനേകം നൂറുകണക്കിന് കുടുംബാംഗങ്ങൾ, അമ്മമാര്, സഹോദരിമാര്, കൊച്ചുകുട്ടികൾ, മുതിർന്ന ആളുകൾ എല്ലാവരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തുന്നവരാണ്. അവർക്കൊക്കെയുള്ള അംഗീകാരമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. സദാനന്ദൻ ധൈര്യത്തിന്റെ പ്രതീകമെന്ന് പ്രധാനമന്ത്രിയുടെ പ്രശംസ കൂടി പങ്കുവെക്കപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. ശരത് ലാൽ, സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിരിക്കുന്നു. സദാനന്ദനൊപ്പം തന്നെ മറ്റു 3 പേർ ആരൊക്കെയാണ്? ബിനിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനം തന്നെയാണ് സദാനന്ദന് ലഭിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി തന്നെ ഇത് സംബന്ധിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സിൽ കുറിച്ചിട്ടുണ്ട്. ധൈര്യശാലിയാണ് സദാനന്ദൻ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും അദ്ദേഹത്തിനെ അഭിനന്ദനത്തോടൊപ്പം തന്നെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് അദ്ദേഹത്തിന് പങ്ക് വിനിയോഗിക്കപ്പെടും എന്നൊരു ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിന് സദാനന്ദനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നുള്ള മറ്റൊരു എം പി കൂടി വരികയാണ് ബി.ജെ.പിയിൽ നിന്ന്. കുര്യന് ശേഷം, പി.ടി. ഉഷയ്ക്ക് ശേഷം, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിക്ക് ശേഷം സദാനന്ദനും 4ാമത്തെ എം പി ആയിട്ടാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭയിലേക്ക് വരുന്നത്. സദാനന്ദന് പുറമെ ചരിത്രകാരിയായ മീനാക്ഷി ജെയിൻ, അതേപോലെ തന്നെ മുൻ വിദേശകാര്യ സെക്രട്ടറി, വളരെ പ്രധാനപ്പെട്ട ബോംബെയിലെ പ്രോസിക്യൂട്ടർ നിഗം എന്നിവരെയും കൂടി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രധാനമായും നരേന്ദ്രമോദി, അതുപോലെ BL സന്തോഷ് അടക്കമുള്ള BJP ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷനും ഒക്കെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് സദാനന്ദൻ മാസ്റ്ററുടെ കാല് നഷ്ടപ്പെട്ട പിക്ചറോട് കൂടിയാണ് ഇവരൊക്കെ ട്വീറ്റ് ചെയ്തിരിക്കുന്നതാണ് ശ്രദ്ധേയം. ഏതായാലും പാർട്ടി അദ്ദേഹത്തിന്റെ CPM അക്രമത്തിനുള്ള ഒരു പ്രതീകമായിട്ട് തന്നെ പാർട്ടി അദ്ദേഹത്തിന്റെ നോമിനേഷൻ ചിത്രീകരിക്കുന്നു എന്ന് വേണം കരുതാൻ. ശരി, താങ്ക് യു. ശരത് ലാലാണ് വിവരങ്ങൾ നൽകുന്നത്.